സുന്ദരദേശത്ത് സുന്ദരികളായ രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, ഭദ്രയും ബാമയും. ഈ ഭദ്ര ഇതെവിടെ പോയി? എന്ത് പറ്റിയിടി ബാമേ? ഞാൻ ദേ വന്നില്ലേ? വന്നില്ലെങ്കിലേ നിന്നെ വീട്ടിൽ കയറി ഞാൻ ശരിയാക്കിയേനെ. യാത്ര ചെയ്യുക എന്നുള്ളതാ ഈ കൂട്ടുകാരികളുടെ ഏറ്റവും വലിയ സന്തോഷം. അന്ന് അവർ യാത്ര ചെയ്ത് സ്വപ്നത്തിൽ എന്ന പോലെ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. കഥകളിൽ മാത്രം വായിച്ചിട്ടുള്ള നിറയെ പുല്ലും ചെടികളും മരങ്ങളും പൂക്കളും കായ്കളും ഒക്കെ നിറഞ്ഞ തിങ്ങിയ ഒരു സ്ഥലത്ത്. എടി ഭദ്രേ, ഇതെന്ത് സ്ഥലം ഇത്? നമ്മൾ ഇത്രയും നാളായിട്ട് ഇവിടെ ഒന്നും വന്നിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ഇതെങ്ങനെയാ നമ്മൾ ഇവിടെ എത്തിപ്പെട്ടെ? ആവോ, നമുക്ക് എന്തായാലും താഴേക്കൊന്ന് പോയി നോക്കാം. ഹായ്, എന്ത് രസോ. അതെ, ഇനി നമുക്ക് എല്ലാ ദിവസവും ഇവിടേക്ക് വരണം. ശരിയാ, നമ്മുടെ വീട്ടിലൊന്നും പറയണ്ടാട്ടോ. പിന്നെ വീട്ടുകാരറിഞ്ഞു പിന്നെ ഇങ്ങോട്ടൊന്നും വിടും കൂടി ഇല്ല. എടി, അങ്ങോട്ട് നോക്കി, അവിടെ എന്താ ഒരു മൺകൂന പോലെ. ആ ശരിയാണല്ലോ, നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. എടി ഞാനില്ലട്ടാ, എനിക്ക് ഇവിടെ നിന്നാ മതി. എടി ഒന്ന് ഇങ്ങോട്ട് വാടി, പേടിക്കാണ്ട്. ഓഫ്, ഇതെന്താ ഇത്? ഇത്ര വൃത്തിയുള്ള സ്ഥലത്ത് ഇതുപോലെ മണ്ണ് കൂട്ടിയിട്ടിട്ട് ഉറുമ്പുകളുടെ പണിയായിരിക്കും. വാടി, നമുക്കിത് പൊട്ടിച്ചളയാം. എടി ഞാനൊന്നുമില്ല, ഇതെന്താന്നൊന്നും അറിയാണ്ട് എങ്ങനെ പൊട്ടിച്ചളയണത്? നീ എന്തിനാണ് പേടിക്കണത്? നമ്മൾ എല്ലാ ദിവസവും ഇങ്ങോട്ട് വരണതല്ലേ. അപ്പൊ ഒന്ന് വൃത്തിയാക്കിയിട്ടല്ല എന്താ? അല്ലെ നീ സഹായിക്കണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. എനിക്കിതേ ഒരു കോല് കിട്ടിയിട്ടുണ്ട്. അയ്യോ പാമ്പ്! എടി ഓടിക്കോടി. എടി ഭദ്ര, നമ്മളെങ്ങനെ രക്ഷപ്പെടൂടി ഇവിടുന്ന്? ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. പാമ്പ് പോയാ? എടി പാമ്പ് പോയടി, വാടി, നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് ഓടാം. ആ വാടി. എടി നീ ഒരിക്കലും വീട്ടിൽ പറയരുതിട്ടത്. ഓ ഇല്ലടി, പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി ഒരിക്കലും പുറത്തോട്ട് വിടില്ല. രാത്രിയായപ്പോൾ ഉറക്കത്തിൽ ഭദ്ര ഒരു സ്വപ്നം കണ്ടു, ഒരു നാഗകന്യകയെ. നീയാണ് എന്നെ കൊന്നത്, എൻ്റെ ഇണയിൽ നിന്ന് എന്നെ അകറ്റിയതും നീയാണ്. അതുകൊണ്ട് ഇനി എനിക്ക് പകരം നീ ജീവിക്കണം, നിന്നിലൂടെ ഞാനും. എന്റെ ദൈവമേ, നീ കാണുന്നത് സ്വപ്നമായിരുന്ന? ഓഹ്, ഇവിടെ ഒന്നും ഇല്ലല്ലോ ദൈവമേ പാമ്പ്. എത്രയും പെട്ടെന്ന് രാവിലെ ആയാൽ മതിയായിരുന്നു. രാവിലെ ഒന്ന് ബാമേനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞാലേ സമാധാനം കിട്ടുള്ളൂ. ഇനി ബാമയോട് കാര്യം പറഞ്ഞപ്പോൾ ബാമ പറഞ്ഞത് നമുക്ക് മഹാദേവന്റെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാമെന്നാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ മഹാദേവന്റെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവമേ, അറിയാതെ ഞാൻ ചെയ്തു പോയത് എന്നോട് ക്ഷമിക്കണേ ഭഗവാനെ. ഇനി ആ പാമ്പിനെ കൊണ്ടൊരു ശല്യം ഉണ്ടാവരുതേ. എൻ്റെ ദൈവമേ, ഞങ്ങളെ കാത്തോളണേ. അങ്ങനെ അവർ അമ്പലത്തിൽ തൊഴുത് തിരികെ വീട്ടിലെത്തിയപ്പോൾ ഭദ്രയുടെ വിവാഹം അടുത്ത മാസം പട്ടണത്തിലുള്ള ഒരാളുമായി ഉറപ്പിച്ചിരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കി. അങ്ങനെ ഭദ്ര അഥർവിനെ വിവാഹം കഴിച്ചു. പെട്ടെന്നാണ് അവിടേക്ക് ഒരു പാമ്പ് വന്നത്. അയ്യോ പാമ്പ്! അതിങ്ങോട്ടാണല്ലോ ദൈവമേ വരുന്നത്. ഭഗവാനെ കാത്തോളേ. അയ്യോ, പാമ്പ് കടിച്ചല്ലോ. പേടിക്കാതിരിക്കും ഭദ്രയുടെ അമ്മേ. കഴിഞ്ഞ മാസം എൻ്റെ വീട്ടിൽ ഇതുപോലെ നടന്നതാ. എൻ്റെ മകനെ ഇതുപോലെ ഒരു പാമ്പ് വന്ന് കടിച്ചിട്ട് പോയി. ആ സമയത്ത് ഒരു സ്വാമിയാണ് ഞങ്ങളെ രക്ഷിച്ചത്. ആ സ്വാമി ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. ദേ ഇപ്പൊ ഞാൻ വിളിക്കാം. എല്ലാവരും അങ്ങോട്ട് മാറ്. നാഗരാജ കാത്തുരക്ഷിക്കണേ. അയ്യോ, ദേ പാമ്പ് വീണ്ടും വന്നു. പോ, മിഷൻ താഴോട്ട് ഇറക്ക്. ഇനി ആരും പേടിക്കേണ്ട, ഭദ്ര ഉടനെ തന്നെ എഴുന്നേക്കും. അയ്യോ, ആ പാമ്പ് ചത്തു. എന്തൊക്കെയാ ഭഗവാനീ നടക്കണത്? ദേ മോള് എഴുന്നേറ്റു. സമാധാനമായി. ഭദ്ര കണ്ട സ്വപ്നം സത്യം തന്നെയായിരുന്നു. അങ്ങനെ ഭദ്രയിലൂടെയും അഥർവിലൂടെയും ആ സർപ്പങ്ങൾ വീണ്ടും ഒന്നിച്ചു.